നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപു രവി, ആറ്റിങ്ങൽ സാന്ത്വന ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്ട്രെസ് മാനേജ്മെൻറ്റ്. എല്ലാവർക്കും മനസ്സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ നമ്മളെല്ലാവരും വല്ലാത്ത പിരിമുറുക്കത്തിലാണ്. ഏതൊക്കെയോ കാര്യം കൊണ്ട് നമ്മൾ ജീവിതം സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചു പോകുന്ന പോലെയാണ് പലരുടെയും ലൈഫ്. അതിപ്പോൾ സ്റ്റുഡൻറ്റ് ലൈഫ് ആയിക്കോട്ടെ, ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ. സ്റ്റുഡൻസിൻ്റെ കാര്യമാണെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും ഒരു സ്ട്രെസ് ഈസ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. പലപ്പോഴും അവരുടെ ഒരു മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാം. അതുപോലെ ഒരു തൊഴിൽ ചെയ്യുന്ന ആളുടെ മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ തൊഴിൽ സാഹചര്യങ്ങൾ അല്പം സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്ട്രെസ്സിലൂടെ ലൈഫിൻ്റെ ലക്ഷ്യം തന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനൊരൊറ്റ ലക്ഷ്യം സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള തത്രപ്പാടാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതെല്ലാം. അതിപ്പോൾ പണം ഉണ്ടാക്കുന്നതോ ഒരു തൊഴിൽ നേടുന്നതോ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോ എല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ജീവിച്ച് കുറച്ചുകൂടി സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളിത് പലപ്പോഴും മറന്നു പോകുന്നു. പലരുടെയും ലൈഫിൽ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുകളുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ള ശാന്തതയുടെയും സന്തോഷത്തിൻ്റെയും ഒരവസ്ഥ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ എങ്ങനെ നമുക്ക് ശ്രമിക്കാം എന്നതിനെപ്പറ്റിയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. നമുക്കിപ്പോൾ ഒരു വളരെ വില കൂടിയ ഒരു ഗ്ലാസ്സിൽ അല്പം പോലും ടേസ്റ്റ് ഇല്ലാത്തൊരു ചായ കുടിക്കുന്നതാണോ, അതൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ കുടിക്കുന്നതായിരിക്കുമോ ഇഷ്ടം? ആ ചായക്കാണ് പ്രാധാന്യം, അല്ലേ? അപ്പോൾ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും മറ്റ് എല്ലാം ഈ ഗ്ലാസ് പോലെയാണ്. പക്ഷേ ആ ചായയുടെ ടേസ്റ്റ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ആകത്തുകയാണ്. ഇപ്പോൾ ലൈഫിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണോ അതോ നെഗറ്റീവാണോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ശാരീരിക രോഗലക്ഷണങ്ങൾ എടുത്താൽ പോലും 70% മുകളിലും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സാണ്. അതായത് മാനസിക കാരണങ്ങൾ കൊണ്ടുള്ള ശാരീരിക രോഗങ്ങളാണ് പലതും. അപ്പോൾ ഇതിൻ്റെ കാരണത്തെ പരിഹരിച്ചു പോയാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടു കൂടി നമുക്ക് ഈ ജീവിതം ജീവിച്ചു പോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റാനാവില്ല. മറിച്ച് ആ സാഹചര്യങ്ങളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സാഹചര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഈ ജീവിതത്തോട് ഏറ്റവും സാമ്യപ്പെടുത്താവുന്ന ഒന്നാണ് കടൽ. കടലിൽ അടിക്കടി ഇങ്ങനെ തിരമാലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ ജീവിതത്തിലും സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കടലിൽ നീന്താൻ നല്ല വശമുള്ള, കടലിൽ നീന്താൻ ഇഷ്ടമുള്ള ഒരാൾ ഒരു തിരമാലയെ നോക്കിക്കാണുന്നതും, ഒരു കുളത്തിലിറങ്ങാൻ പോലും വെള്ളത്തെ പേടിയുള്ള ഒരാൾ ഒരു ബീച്ചിലേക്ക് പോകുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. തിരമാല മാത്രമാണ്. പക്ഷേ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളിടത്താണ് അതൊരു ആസ്വാദ്യകരമായിട്ടൊരു അനുഭവമാകുന്നതും അതൊരു ഭീതിപ്പെടുത്തുന്നൊരു സംഭവമാകുന്നതും. അപ്പോൾ ജീവിതത്തിൽ സംഭവങ്ങൾ മാത്രമാണുള്ളത്. ആ സംഭവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻസാണ് അതൊരു പ്രശ്നമാണോ, അതൊരു ഓപ്പർച്യൂണിറ്റിയാണോ, അതൊരു വിനോദോപാധിയാകണോ എന്ന് നിശ്ചയിക്കപ്പെടുക. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസിനെ എങ്ങനെ നോക്കാം. ഇപ്പോൾ സ്ട്രെസ് എന്നുള്ള സംഗതി ജീവിതമുള്ളിടത്തോളം കാലം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റണമെന്നില്ല. മറിച്ച് ആ സ്ട്രെസ്സിനെ നമുക്ക് നല്ല സ്ട്രെസ്സായിട്ട് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് എല്ലാം മോശമല്ല. മോശമായ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. നല്ല സ്ട്രെസ്സിനെ യൂസ്ട്രെസ് എന്ന് പറയും. ഇതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മളൊരു ടൂറിനൊക്കെ പോകുമ്പോൾ ചില റൈഡുകളിൽ കയറുമ്പോൾ ചില കുട്ടികൾ പേടിച്ച് വിറച്ചിരിക്കുന്ന കാണാം. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാലൊന്ന് പുറത്തിറങ്ങാമെന്ന രീതിയിൽ. അവർ ഡിസ്ട്രെസ്സിലാണ്. ഇത് രോഗമുണ്ടാക്കുന്ന സ്ട്രെസ്സാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, വളരെ ആസ്വദിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുന്ന, ആ സാഹചര്യത്തിന് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം. ഇത് യൂസ്ട്രെസ്സാണ്. ഈ യൂസ്ട്രെസ് നമുക്ക് ആരോഗ്യം തരും. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും.
നമ്മളൊക്കെ വിർച്വൽ റിയാലിറ്റി ഗെയിംസിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ടാവും. അതായത് VR ഗെയിംസ്, നമ്മുടെ കണ്ണ് മൂടിക്കൊണ്ട് ആ ഒരു സംഭവം നമ്മളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഗെയിമിലെ ഒരു അനുഭവമാണ്. അപ്പോൾ അതിലൊരു പക്ഷേ ഒരു ഓഫ് റൈഡ് ഡ്രൈവ് ആകാം, അല്ലെങ്കിൽ ഒരു യുദ്ധമാകാം. അങ്ങനൊരു സാഹചര്യത്തെ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്തുകൊണ്ട് 2-3 മിനിറ്റ് നമ്മൾ ആ ഗെയിം എടുക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാഷ് കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെ വിലയ്ക്ക് വാങ്ങുകയാണ് കുറച്ച് മിനിറ്റുകൾക്ക് വേണ്ടി. ഈ പ്രപഞ്ചം നമുക്ക് ഒരുപാട് സംഭവങ്ങളെ തരും. ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ നമ്മളെ കഷ്ടപ്പെടുത്താനോ ഒന്നുമല്ല, മറിച്ച് നമുക്ക് ജീവിതത്തിൽ ആസ്വാദ്യത കണ്ടെത്താനുള്ള കളിപ്പാട്ടങ്ങളായിട്ട് നമുക്കതിനെ വേണമെങ്കിൽ കാണാം. അപ്പോൾ ജീവിതം സഫർ ചെയ്ത് തീർക്കുന്ന ഡിസ്ട്രെസ് ഒരു യൂസ്ട്രെസ് ആയിട്ട് നമുക്ക് അനുഭവമാകും. കുട്ടികൾ കളിച്ച് വളരാറുണ്ട്. കുട്ടികൾ കളിച്ച് തന്നെയാണ് വളരേണ്ടത്. എന്തിനെന്നാൽ കളിച്ച് വളരേണ്ടതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നമ്മൾ ജയിക്കാൻ മാത്രമല്ല തോൽക്കാനും കൂടി പലപ്പോഴും പഠിക്കണം. ജയത്തോടൊപ്പം തന്നെ തോൽവിയെ അംഗീകരിക്കാനും ആ തോൽവികളെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കാണാനും പഠിച്ചു വളർന്നാൽ ജയവും തോൽവിയും ഒന്നുമല്ല, ആ കളിയുടെ ആസ്വാദ്യതയിലേക്ക് ആ വ്യക്തിക്ക് മാറാൻ പറ്റും. സ്പോർട്സിൽ ഒരുപാട് താല്പര്യമുള്ളവർക്ക് മനസ്സിലാകും, വളരെ ദുർബലമായ ഒരു എതിരാളിയോട് കളിച്ച് ജയിക്കുന്നതിനേക്കാളും ഒരു സന്തോഷം പലപ്പോഴും തരിക ഒരു ശക്തനായ എതിരാളിയോട് പൊരുതി തോറ്റാൽ പോലും കിട്ടും. കാരണം ആ കളിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്ട്രെസ്സാണ് ആ കളിയിൽ ഏർപ്പെടാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ വരും. അത് സ്വീകരിച്ചുകൊണ്ട് അതിനെ വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ആസ്വദിക്കാൻ മാത്രമുള്ള ഒന്നായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇതാണ്. ഡിസ്ട്രെസ് എന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് യൂസ്ട്രെസ് എന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ മാറ്റുക. ബലൂൺ പൊട്ടിപ്പോകുമ്പോൾ കുട്ടി കരയും. പക്ഷേ മുതിർന്ന ഒരാൾ ബലൂൺ പൊട്ടിപ്പോകുന്ന ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബലൂൺ വെച്ച് കളിക്കുകയും അത് പൊട്ടിക്കഴിയുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് അതിനെ മറക്കുകയും ചെയ്യും. അതുപോലെ ജീവിതത്തിലെ സംഭവങ്ങളെ നമുക്ക് വളരെ ഒരു കളിയായി കണ്ടുകൊണ്ട് ഈ ജീവിതത്തെ ആസ്വാദ്യകരമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ചില സാഹചര്യങ്ങളിൽ മെഡിസിൻ്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യം വരും. ഹോമിയോപ്പതിയിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് മാത്രമല്ല, ഒരു വ്യക്തി അനുഭവിക്കുന്ന പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. ഒരു ഹോമിയോപ്പതിക് കൺസൾട്ടേഷനിൽ ആ രോഗി അനുഭവിക്കുന്ന ശാരീരിക രോഗലക്ഷണങ്ങൾ മാത്രമല്ല, ആ വ്യക്തി ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ഒപ്പം തന്നെ ആ വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള ചില സവിശേഷതകളും ആ വ്യക്തിയിലുണ്ടാക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു മരുന്ന് നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെ ആ രോഗം മാറുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള വിഷമതകൾക്ക് കൂടി ഒരു പരിഹാരം കൊടുക്കാൻ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ സാധിക്കും. ഒരു മൈഗ്രെയിനാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ മൈഗ്രെയിൻ മാറുന്നതിനോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനൊരു സാഹചര്യം ഒരുക്കാൻ സാധിക്കും. പിന്നെ ഹോമിയോപ്പതിയോടൊപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കിവിടെ പ്രാണിക് സൈക്കോതെറാപ്പി, റെയ്ക്കി തുടങ്ങിയ ഹീലിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ധാരാളം പറയാനുണ്ടാവും. അത് മറ്റൊരു അവസരത്തിലാകാം. ആരോഗ്യത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന നിർവചനം നിരന്തരമായി ആനന്ദത്തിലിരിക്കുക എന്നുള്ളതാണ്. അതിനൊരു വ്യക്തിക്ക് ശാരീരിക രോഗലക്ഷണങ്ങൾ ഇല്ലാതായാൽ മാത്രം പോരാ, മാനസികമായിട്ടും വൈകാരികമായിട്ടും സാമൂഹികവുമായിട്ടും ഒക്കെ ഒരു വെൽബീയിങ് സാധ്യമാകണം. അതിനെല്ലാം പര്യാപ്തമായ രീതിയിൽ ഹോമിയോപ്പതിക്ക് കൂടാതെ പ്രാണിക് ഹീലിംഗ്, റെയ്ക്കി ഹീലിംഗ്, ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി, സൈക്കോളജി കൺസൾട്ടേഷൻ, ഡയറ്റീഷ്യൻ, അങ്ങനെ പല തരത്തിലുള്ള മെത്തേഡ്സ് നമ്മളിവിടെ നൽകുന്നുണ്ട്. ഏതാവശ്യത്തിനും നിങ്ങൾക്കിവിടെ സമീപിക്കാം. താങ്ക് യു.